വെല്ലുവിളിയൊന്നും വേണ്ട. നമസ്തേ. പിട്ടാപ്പള്ളി ഏജൻസീസ് ജനസഭയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന ആ ദിവസത്തിൻ്റെ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു. കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടമായിട്ട് ഏപ്രിൽ 26 നടക്കാൻ പോകുന്നു. തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ കേരളത്തിൽ 3 മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ ഗോദയിൽ ഇറക്കിക്കഴിഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ന് ജനസഭ ചേരുന്നത്. കോട്ടയത്തിൻ്റെ ഒരു പൊതുചിത്രം പരിശോധിക്കാം. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇക്കുറി ജനവിധി തേടുന്നത് ശ്രീ തോമസ് ചാഴിക്കാടനാണ്. അദ്ദേഹം നിലവിൽ സിറ്റിംഗ് MP ആണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം ജനവിധി തേടിയത്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീ ഫ്രാൻസിസ് ജോർജാണ്. NDA പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത് BDJSൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ശക്തമായ ഒരു മത്സരത്തിനാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം ഇക്കുറി സാക്ഷ്യം വഹിക്കുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലം ആരെ തുണയ്ക്കും? അടുത്ത 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ജനസഭയിൽ നിന്നും ജനഹിതം ആർക്ക് അനുകൂലമാകും എന്ന് നമുക്ക് പരിശോധിക്കാം. 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടുത്തുന്നു. ഇടതു മുന്നണിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്നത് മുൻ MLA കൂടിയായിട്ടുള്ള ശ്രീ ജോണി നെല്ലൂരാണ്. ശ്രീ ജോണി നെല്ലൂരിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJPയുടെ പ്രതിനിധിയായി ഇവിടെ പങ്കെടുക്കുന്നത് ശ്രീ TN ഹരികുമാറാണ്. ശ്രീ ഹരികുമാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. UDFൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ സജി മഞ്ഞക്കടമ്പിലാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും ഈ ജനസഭയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം ശ്രീ ജോണി നെല്ലൂരിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ ജോണി നെല്ലൂർ, കാറ്റ് ആർക്ക് അനുകൂലമായിട്ട് വീശും? കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണോ ഇക്കുറി വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് വികസന കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ജനാധിപത്യം തകർത്തുകൊണ്ട് രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഒരു രാജഭരണത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള നീക്കം, ആ നീക്കത്തെ അതിശക്തമായി എതിർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് വേണം ഇതിനെ കാണുവാൻ. ഒരു കാര്യം വളരെ വ്യക്തമാക്കുവാൻ ഞാൻ ആദ്യമേ തുനിയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത്, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ മാസം 26-ാം തീയതി 2ാം ഘട്ട തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ. ആ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3 മുന്നണികളും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. ആമുഖമായി ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കും. 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാവരുടെ ഓർമ്മയിലുണ്ടാകും. അന്ന് ആരും പ്രതീക്ഷിക്കാത്തതുപോലെ 18 ലോക്സഭാ സീറ്റുകളിൽ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. ഒരു സീറ്റ് NDA ശ്രീ PC തോമസ് വിജയിച്ചു. ഒരു സീറ്റ് മുസ്ലിം ലീഗിൻ്റെ. അങ്ങനെ 20 പാർലമെൻറ്റ് സീറ്റിൽ 18 LDFും ഒരു NDAയും ഒരു UDFും അതായിരുന്നു. ഇപ്രാവശ്യം ആ ഒരു രീതിയിലേക്ക് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോൾ NDAക്ക് സീറ്റുകൾ കിട്ടും. എന്തോ NDAക്ക് സീറ്റുകൾ കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്. 2004 ആവർത്തിക്കുമെന്ന് പറഞ്ഞാൽ LDF അന്ന് 18 സീറ്റ് കിട്ടിയെങ്കിൽ ഇന്ന് ഏതാണ്ട് ആ രീതിയിലേക്ക് സീറ്റുകൾ കിട്ടത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. NDAക്ക് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും പറയുവാൻ ഞാനിപ്പോൾ ആളല്ല. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. സാധ്യത ഒട്ടും കാണുന്നില്ല. BJPയുടെ അക്കൗണ്ട് തുറക്കുവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. വികസന പ്രവർത്തനങ്ങളൊന്നും പറഞ്ഞില്ല. അല്ല, MPയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ ഇവിടെ നിൽക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ
പ്രിയപ്പെട്ട ഹരികുമാറാണെങ്കിലും എൻ്റെ കൊച്ചു സഹോദരൻ സജി മഞ്ഞക്കടമ്പിലാണെങ്കിലും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ 20 ലോക്സഭാ എം പിമാരിൽ വികസന രംഗത്ത് ഏറ്റവും കൂടുതൽ വികസനം കാഴ്ചവെച്ച ഒരു എം പിയാണ് ശ്രീ തോമസ് ചാഴികാടൻ. 4100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിവിധ പദ്ധതികളിലായി ശ്രീ തോമസ് ചാഴികാടൻ ഈ കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂടി സഹായം കൊണ്ട് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കാലാകാലങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളാണ്. ആ ഗവൺമെൻറ്റുകൾ കൊണ്ടുവരുന്ന പദ്ധതികൾ ഒരു പ്രദേശത്തേക്ക് തൻ്റെ നിയോജകമണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയ ശ്രമകരമായ ഒരു ജോലിയുടെ ഫലമായിട്ടാണ്. ആ ജോലി ചെയ്യുവാൻ ശ്രീ തോമസ് ചാഴികാടന് കഴിഞ്ഞു. അത് കാരണം റെയിൽവേയുടെ വികസനത്തിലാണെങ്കിലും അതുപോലെ തന്നെ PMGRYS റോഡുകളുടെ വികസനത്തിലാണെങ്കിലും എന്ന് വേണ്ട കേന്ദ്ര പദ്ധതികൾ ഏത് തന്നെയാണെങ്കിലും അത് കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ ശ്രീ തോമസ് ചാഴികാടന് കഴിഞ്ഞു. അതാർക്കും നിഷേധിക്കാവുന്ന വസ്തുതയല്ല. അതുപോലെ തന്നെ എം പി ഫണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ കഴിഞ്ഞ 5 വർഷക്കാലം എം പി ഫണ്ട് താരതമ്യേന കുറവായിരുന്നു. കോവിഡ് വന്നപ്പോൾ എം പി ഫണ്ടുകൾ കട്ട് ചെയ്തു. എങ്കിൽ പോലും ആ കിട്ടിയ എം പി ഫണ്ട് മുഴുവനായി ചെലവഴിച്ച കേരളത്തിലെ ഏക എം പി, ഒന്നാമനായി നിൽക്കുന്ന എം പി ശ്രീ തോമസ് ചാഴികാടനാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. മറ്റ് പല മണ്ഡലങ്ങളിലും എന്താ സ്ഥിതി? കോടിക്കണക്കിന് രൂപ ഇനിയും ചെലവഴിക്കാതെ ലാപ്സാക്കി കളഞ്ഞ എം പിമാർ ഉണ്ട് കേരളത്തിൽ. അത് നാം ആലോചിക്കണം. അപ്പോൾ ആ രീതിയിൽ തന്നെ വിജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് 100% ആത്മാർത്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ എം പിമാരിൽ ഒന്നാമതെത്തുവാൻ തോമസ് ചാഴികാടന് കഴിഞ്ഞത് ജനങ്ങളുടെ പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രമാണ്. ആ പ്രതിബദ്ധത അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. ഈ മണ്ഡലത്തിൻ്റെ ഏത് പ്രദേശത്ത് ചെന്നാലും തോമസ് ചാഴികാടൻ വളരെ ലാളിത്യത്തോടുകൂടി, വിനയത്തോടുകൂടി ജനങ്ങളെ സമീപിക്കുന്ന ഒരു മാതൃകാ ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനങ്ങളുമായുള്ള ആത്മബന്ധം, അദ്ദേഹം രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങളുമായി, തൻ്റെ വോട്ടർമാരുമായുള്ള ആത്മബന്ധം, അത് വലിയ കാര്യമായി കണക്കാക്കിക്കൊണ്ട് ആ ആത്മബന്ധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ശ്രീ തോമസ് ചാഴികാടൻ കാഴ്ചവെക്കുന്നത്. അത് കോട്ടയത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ വലിയൊരു പ്ലസ് പോയിൻ്റ് തോമസ് ചാഴികാടൻ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. യെസ്, ശ്രീ ഹരികുമാർ, വൈകിയാണെങ്കിലും NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി ജനവിധി തേടും. പൊതുവിൽ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? NDA സാധ്യത എത്രത്തോളമാണ്? ഇന്നലെ ഞങ്ങളുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ വന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യം 2 അക്കം കടക്കുമെന്നാണ്. ഇന്ന് കോട്ടയത്ത് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ഈ ഇരു മുന്നണി സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, കേരളത്തിൻ്റെ രാഷ്ട്രീയം നവോമണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന SNDP യോഗത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായി ചർച്ചയുടെ ആമുഖമായിട്ട് പറയാനുള്ളത്, മോദിജി പറഞ്ഞ 2 അക്കത്തിൽ കോട്ടയവും ഉൾപ്പെടുത്തത്തക്ക തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പൊതുവായിട്ട് സൂചിപ്പിക്കാനുള്ളത് കോട്ടയമാണ്. ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തെ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്നവരോട് കോട്ടയത്ത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ, പ്രിയപ്പെട്ട ജോണി നെല്ലൂര് ഇന്ത്യൻ റെയിൽവേയുടെ, കോട്ടയം റെയിൽവേയുടെ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു ശ്രീ തോമസ് ചാഴികാടൻ. ഞാൻ കണ്ടു ഏറ്റുമാനൂർ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക്ലെറ്റ്, 40 പേജുള്ള ഒരു ബുക്ക്ലെറ്റ്. ആ 40 പേജുള്ള ബുക്ക്ലെറ്റിൽ 22 പേജും ഇന്ത്യൻ റെയിൽവേ, കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇന്ത്യൻ റെയിൽവേ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യം ചോദിക്കുന്നു, ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി, ഇടതുമുന്നണിയും ഒക്കെ പറഞ്ഞു, നരേന്ദ്രമോദി സർക്കാർ വിൽക്കാൻ വെച്ചിരിക്കുന്ന, വില പറയാൻ വെച്ചിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ എന്താണ്? ഈ രാജ്യത്തിൻ്റെ മാറ്റം എന്താണ്? സമസ്ത മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം. നമ്മൾ ലോകത്ത് 3ാം ശക്തിയായി മാറാൻ പോവുകയാണ്. രാജ്യത്ത് പുതിയ വിമാനത്താവളങ്ങൾ, 100 കണക്കിന് വിമാനത്താവളങ്ങൾ വരുന്നു, IIT-കൾ വരുന്നു. ഈ മാറ്റം ഒരുപക്ഷെ മോദിക്ക് ഈ മണ്ഡലത്തിൽ കിട്ടാൻ പോകുന്ന 1, 1.5, 2 ലക്ഷം വോട്ടുകൾ, അതാണ് അഡീഷണലായിട്ട് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരാൻ പോകുന്നത്. മറ്റൊരു കാര്യവും കൂടി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, കേരളം, ഇവിടെ LDF-ൻ്റെ പ്രതിനിധി പറഞ്ഞു കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്. ഞങ്ങൾക്ക് പറയാനുള്ളത്, മരപ്പട്ടി ചത്തുകിടക്കുന്ന ഒരു ട്രഷറിയാണ് കേരളത്തിലെ ട്രഷറി. ആ രീതിയിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ മുഴുവൻ, കാരണം ഇപ്പം ഇവർ
പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് 3 ഗഡു പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ജനങ്ങളെ വീണ്ടും കിറ്റിന് പറ്റിച്ചതുപോലെ വന്നിട്ടുണ്ട്. പക്ഷേ ജീവനക്കാർ മുഴുവൻ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക കൊടുത്തിട്ടില്ല, DA കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥ സമൂഹം മുഴുവൻ ഈ ഗവൺമെൻറ്റിനെ വെറുക്കുന്നു. മറ്റുള്ള സമൂഹം, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു ക്യാമ്പസിലിട്ട് 3 ദിവസം ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ആ ചെറുപ്പക്കാരനെ കൊന്ന SFIയുടെ മൃഗീയത ഇവിടുത്തെ രക്ഷാകർതൃ സമൂഹത്തിന് മുന്നിൽ ഭീകരമായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും, സാധാരണ ജനം മുഴുവൻ ചർച്ച ചെയ്യുന്ന ക്യാമ്പസുകളിൽ തിരുവനന്തപുരത്ത് കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കാൻ ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് SFI മാറി. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വളരെ അനുകൂലമായ അന്തരീക്ഷം ഈ 2 മുന്നണികളോടും. ആരാണ് ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? ഇവരെന്തിനാണ് കോട്ടയത്ത് മത്സരിക്കുന്നത്? കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച തോമസ് ചാഴിക്കാടൻ അയ്യപ്പ ഭക്തരുടെ വോട്ട് പിടിച്ച്, UDFൻ്റെ വോട്ട് പിടിച്ച് ജയിച്ചു വന്ന തോമസ് ചാഴിക്കാടൻ ഇത്തവണ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഇവിടെ UDFന് മത്സരിക്കുന്ന ഫ്രാൻസിസ് ജോർജ് കാലങ്ങളോളം PJ ജോസഫിൻ്റെ കൂടെ കൂടി LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് LDFൻ്റെ മുന്നണിയിൽ പ്രവർത്തിച്ച ആളാണ്. ഇവരെന്തിനാണ്, ആർക്കെതിരെയാണ് മത്സരിക്കുന്നത്? ഇവിടെ നരേന്ദ്രമോദിയാണ് താരം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കോട്ടയത്തും മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാം. ശ്രീ സജി, കേരള കോൺഗ്രസിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം, അല്ലേ? നിങ്ങൾ ജയിപ്പിച്ചയച്ച ആളാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. വഞ്ചനയുടെ ഒരു രാഷ്ട്രീയം എന്നൊക്കെ പറയാം. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് വോട്ട് ചോദിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കോട്ടയം ലോക്സഭാ മണ്ഡലം ഇരു മുന്നണികളുടെയും പ്രതിനിധികളെ ലോക്സഭയിലേക്ക്, അല്ലേ, തിരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട്. ഇക്കുറി UDF എങ്ങനെ ഈ മത്സരത്തെ കാണുന്നു? ഇക്കുറി UDFൻ്റെ വിജയം അനായാസമാണ്. ഞങ്ങൾക്കിവിടെ ഒരു മത്സരത്തിൻ്റെ പ്രതിനിധി പോലും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. കാരണം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത് കഴിഞ്ഞ 7 വർഷത്തെ പിണറായി ഈ ഭരണവും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് 10 വർഷത്തെ മോദി ഭരണവും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും. വിലക്കയറ്റം, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഇവിടെ നമുക്കറിയാം 30 തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ഓരോ ദിവസവും കുതിച്ചു വരുന്നു. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ ആ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ ചെറുവിരൽ ഇറക്കുന്നില്ല. ഇവർ വിലക്കയറ്റത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് മത്സരിച്ച് ഇവർ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പെട്രോളിന് കേന്ദ്രം 1 രൂപ വർദ്ധിപ്പിച്ചാൽ കേരളം 2 രൂപ വർദ്ധിപ്പിക്കും. കേന്ദ്രം പറയുന്നു ഞങ്ങൾ ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പെട്രോളിന് വില വർദ്ധിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പറയും ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ 2 രൂപ കൂട്ടുന്നതെന്ന് പറയും. അപ്പോൾ അങ്ങനെ മത്സരിച്ച് വില കൂട്ടി. പക്ഷേ ഈ കാര്യങ്ങൾ രണ്ടും നടന്നിട്ടില്ല. ഇവിടെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയെല്ലാം മുടങ്ങിക്കിടക്കുന്നു. ഇപ്പോൾ വായ്പ എടുത്ത് കൊടുക്കാൻ ശ്രമിക്കുന്ന നല്ല കാര്യം, കൊടുക്കട്ടെ, പാവപ്പെട്ട ആൾക്ക് പെൻഷൻ ലഭിക്കണം. കിട്ടിയില്ലെങ്കിൽ ശക്തമായ പ്രതികരണം ഉണ്ടാവും. ഞാൻ പറഞ്ഞത്, അരിക്ക് ഇന്ന് 60 രൂപ വിലയാണ്. സാധാരണക്കാരത് വിലയിരുത്തും. അരി മാത്രമല്ല, മുഴുവൻ സാധനങ്ങളുടെയും വില. ഇന്ന് വെളുത്തുള്ളിക്കുള്ള വില 250 രൂപയാണ് വെളുത്തുള്ളിയുടെ വില. വൻപയറിൻ്റെ വില 100 രൂപയാണെങ്കിൽ ചെറുപയറിൻ്റെ വില 160 രൂപയാണ്. ഉഴുന്നിൻ്റെ വില 180, പരിപ്പിൻ്റെ വില 100 രൂപ. അങ്ങനെ 100 മേളിലേക്കാണ് സാധനങ്ങളുടെ മുഴുവൻ വില നിൽക്കുന്നത്. 1000 രൂപയുമായ ഒരാൾ ഇന്ന് കടയിലേക്ക് ചെന്നാൽ അവന് വീട്ടിലേക്കുള്ള 2 ദിവസത്തെ സാധനം എടുക്കാൻ പറ്റാത്ത സാഹചര്യം. ഇത് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തും. അതോടൊപ്പം തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില വർധനവ് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? 400 രൂപയിൽ ഇന്ന് അല്ലെങ്കിൽ പാചകവാതകത്തിൻ്റെ വില ഇന്ന് 1000-ലധികം കടന്നിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ BJP ഗവൺമെൻറ് 1000 രൂപ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങൾ മറക്കില്ല, യാതൊരു സംശയവുമില്ല. ഇവിടെ ഞങ്ങൾ വിചാരിക്കണം, കേന്ദ്ര സർക്കാർ, ഇവിടെ ഇപ്പോൾ കേരള ഗവൺമെൻറ് പരിപാടി വെച്ചാൽ മുഴുവൻ കേന്ദ്രത്തെ കുറ്റം പറയുക. കേന്ദ്രം കാരണമാണ് ഇവിടെ മുഴുവൻ തുലച്ചത്. കേന്ദ്രം നല്ലവരാന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ഉപദ്രവിച്ചാൽ, കേരളത്തിലെ വിലക്കയറ്റം സൃഷ്ടിച്ചാൽ അത് പിടിച്ചു നിർത്തുവാൻ, അത് കുറയ്ക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കടപ്പാടും കടമയുമുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ കേന്ദ്ര സർക്കാർ പെട്രോളിന് വില കൂട്ടി. ആ വില കൂട്ടിയപ്പോൾ എന്താ കേരള ഗവൺമെൻറ് ചെയ്ത്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ചെയ്ത്, ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അധിക നികുതി വരുമാനം, കേരളത്തിൽ ലഭിക്കേണ്ട അധിക നികുതി വരുമാനം ഒഴിവാക്കി കേരളത്തിലെ കേരളത്തിലെ ആളുകൾക്ക് പെട്രോൾ വില കുറച്ച് കൊടുത്തു. റബ്ബർ വില ഇടിഞ്ഞ് കൃഷിക്കാർ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയപ്പോൾ എന്താ കേരള ഗവൺമെൻറ് ചെയ്തത്? റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ കൃഷിക്കാർക്ക് കൈത്താങ്ങ് നൽകി. അങ്ങനെ ഞാൻ പറയുന്നു, കേന്ദ്രം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഭരണം നടത്തുവാനിരിക്കുന്ന ഒരു ഗവൺമെൻറ്റായി പിണറായി ഗവൺമെൻറ് മാറിയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ തിരിച്ചടി തെരഞ്ഞെടുപ്പിലുണ്ടാവും. പിന്നെ വികസനം, ചാഴികാടന് അദ്ദേഹം ലഭിച്ച ഫണ്ടൊക്കെ മുഴുവൻ ചെലവഴിച്ച് നല്ല കാര്യം, ഞങ്ങളും അതിനകത്ത് അഭിനന്ദിക്കുന്നു. നമ്മുടെ നാട് വികസിച്ചല്ലോ. പക്ഷേ ചാഴികാടൻ പറയുന്നത്
എനിക്കൊരു കാര്യമേ നടക്കുകയുള്ളൂ. ഞാനാണ് ഒന്നാമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ ഒരേ ഒരാൾ, ഇന്ത്യയിൽ ഒരാൾ മാത്രമേ ബോർഡ് വെച്ചുള്ളൂ, ചാഴികാടന. ഇവിടെ കേരളത്തിലെ ഫണ്ട് ചെലവഴിച്ച് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച ആൾ കൊല്ലം MP നമ്മുടെ NK പ്രേമചന്ദ്രൻ. അത് ആര് തർക്കിച്ചാലും കാര്യമില്ല, എൻ്റെ കൃത്യമായ രേഖ ഇരിപ്പുണ്ട്. ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായൊരു കൈപ്പസവും അടിച്ച് ബോർഡ് വെച്ചാൽ ആയിക്കോട്ടെ, അവരത് ആശ്വസിച്ചോട്ടെ. പക്ഷേ അതല്ല. അതുപോലെ ശശി തരൂർ 100% തുക ചെലവഴിച്ച ആളാണ്, ചാഴികാടൻ ചെലവഴിച്ചിരുന്നത് അദ്ദേഹം പറയുന്നത് നല്ല കാര്യം. പക്ഷേ ഇത് ജനങ്ങളെ പറ്റിക്കാനായി ഞാനാണ് ഏറ്റവും വലിയ വികസന നായകൻ എന്ന് പറഞ്ഞ് സ്വയം അവതരിക്കുന്നത് ആണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, MP ഫണ്ട് ചെലവഴിക്കാൻ നമുക്കറിയാം ആരാ. ഒരു PA ഉണ്ടെങ്കിൽ, മാന്യമായൊരു PA ഉണ്ടെങ്കിൽ അവരെ ചെലവഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല വർക്കുകൾ നടക്കാത്ത തിരിച്ച് എഴുതി കൊടുക്കാം. അപ്പോൾ അതൊക്കെ MP ഫണ്ട് ചെലവഴിക്കാൻ നല്ലൊരു PA മതി. അതെല്ലാം MP പേർക്ക് പറ്റുന്ന കാര്യമാണ്. MP ഫണ്ട് ഒഴികെ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലേക്ക് നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം MP ആണ്. അദ്ദേഹം MP ഫണ്ടുകൾ അല്ലെങ്കിൽ എഴുതി കൊടുത്തുകൊണ്ട് അദ്ദേഹം നടക്കുന്നതിനപ്പുറത്ത് വലിയ വികസന നായകനൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല. ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുന്നില്ല. 20 വർഷക്കാലം ഏറ്റുമാനൂർ MLA ആയിരുന്നു. അവിടെ എന്തൊക്കെ ചെയ്തുവെന്ന് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഇനിയിപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയെന്ന് കൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാനില്ല. അപ്പോൾ അദ്ദേഹം വികസന നായകൻ അല്ലെങ്കിൽ വികസനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ അത് യാതൊരു സംശയവും വേണ്ട. ആ പ്രതീക്ഷ തെറ്റും. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങൾ ചർച്ച ചെയ്യും, വിലക്കയറ്റം ചർച്ച ചെയ്യും, കാർഷിക വിളകളുടെ വില തകർച്ച ചർച്ച ചെയ്യും, ഇവിടുത്തെ അഴിമതി ചർച്ച ചെയ്യും, കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്യും. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി വർദ്ധിത വീര്യത്തോടു കൂടി അല്ലെങ്കിൽ തിരിച്ചു വരും, ശക്തമായ ഭൂരിപക്ഷത്തോട് വിജയിക്കും. നമ്മൾ കണ്ടു പുതുപ്പള്ളിയിൽ എന്തായിരുന്നു പ്രചരണം. പുതുപ്പള്ളിയിൽ പറഞ്ഞത് അവിടെ ഉമ്മൻചാണ്ടി 82 വർഷക്കാലം ഒരു വികസനവും ഏർപ്പെടുത്തിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ജനങ്ങൾ തിരസ്കരിച്ചു. ആ പുതുപ്പള്ളിയിൽ അവിടെ ഉമ്മൻചാണ്ടി വികസനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. 2, അവിടെ വിലക്കയറ്റവും കാർഷിക വിളകളുടെ വില തകർച്ചയും ചർച്ചയായപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ആയിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് വിജയിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി കോട്ടയം പാർലമെന്റിൽ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ ഓരോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. യെസ്, വിലക്കയറ്റം ഉൾപ്പെടെ ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ കർഷകരുടെ പ്രശ്നങ്ങൾ, പിന്നെ സ്വാഭാവികമായിട്ടും വികസനം, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും, കോട്ടയത്ത് ചർച്ച ചെയ്യും എന്നാണ് 3 മുന്നണികളുടെയും പ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അക്ഷര നഗരി ആരെ പിന്തുണയ്ക്കും? ജനാധിപത്യത്തിൻ്റെ ശക്തി വോട്ടർമാരാണ്, ജനങ്ങളാണ്. അവർക്ക് ചോദിക്കാനുണ്ട്, കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിൽ എന്തൊക്കെ നടന്നു, MP-യുടെ സംഭാവനകൾ എന്താണ്, മറ്റ് ദേശീയ അതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ അവർക്ക് ചോദിക്കാനുണ്ടാവും. യെസ്, വോട്ടർമാരുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യ ചോദ്യം പ്ലീസ്. നമസ്കാരം, എൻ്റെ പേര് റനീഷ് കാര്യമറ്റം എന്നാണ്. എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് BJP-യുടെ പ്രതിനിധിയോടാണ്. നിങ്ങൾ കുറേ കാലമായിട്ട് ഇവിടെ പറയുന്നുണ്ട് പെട്രോളിന് 50 രൂപയ്ക്ക് ഇവിടെ കിട്ടുമ്പോൾ, ഡീസലിന് 50 രൂപ കിട്ടുമ്പോൾ എന്നൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരിക്കൽ പോലും ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇവിടെ കുറഞ്ഞിട്ടില്ല. ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര വില വളരെയധികം, ഏതാണ്ട് 80% താഴ്ന്ന അവസരങ്ങളിൽ പോലും ഇന്ത്യയിൽ ഡീസലിനും പെട്രോളിനും വില കുറഞ്ഞിട്ടില്ല. ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലവർധനവാണ് ബാക്കിയുള്ള അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിന് കാരണമായിട്ടുള്ളത്. എല്ലാ സാധനങ്ങളുടെയും. ഇപ്പോൾ UDFിൻ്റെ പ്രതിനിധി പറഞ്ഞു ഇവിടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ മഹാനായ ഒരു നേതാവുണ്ട്, അൽഫോൻസ് കണ്ണന്താനം പോലുള്ള IAS-കാരൻ വരെ പറഞ്ഞു ഇവിടെ വിലക്കയറ്റം ഉണ്ടാകുന്നത് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കൂടിയതുകൊണ്ടല്ല എന്നും പറഞ്ഞ് ഇവിടെ കാർ ഓടിക്കുന്നവനും ബൈക്ക് ഓടിക്കുന്നവനും അല്ലെങ്കിൽ അതുപോലെ സൗകര്യമുള്ളവർക്ക് മാത്രമേ ഇത് ബാധിക്കുന്നുള്ളൂ എന്ന തരത്തിലാണ് നിങ്ങളന്ന് നിങ്ങളുടെ മഹാനായ നേതാവ് പോലും പറഞ്ഞത്. ഒരിക്കൽ പോലും ഈ വില താന്നിട്ടില്ല. എന്നാൽ ഇലക്ഷൻ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഒരു 2-3 രൂപ താഴ്ത്തുന്ന ഒരു പ്രവണതയുണ്ട് കുറച്ച് ദിവസത്തേക്ക്. ആ ഇലക്ഷൻ കഴിയുമ്പം വീണ്ടും അത് ഉയർത്തും. അതൊരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഏതാണ്ട് ഒരു അഴകിയ രാവണനെ പോലെ 10 ലക്ഷം രൂപയുടെ കോട്ട് വിട്ട് 6000 കോടി രൂപയുടെ വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഇദ്ദേഹം ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഇനി വേറെ ഏതെങ്കിലും രാജ്യമുണ്ടോ സഞ്ചരിക്കാനായിട്ട് എന്ന് തപ്പി നടക്കുകയാണ്. അദ്ദേഹം അവകാശപ്പെടുന്നത് വിശ്വഗുരു ആകാനുള്ള ഒരു ശ്രമമാണെന്നാണ് BJP-ക്കാർ പറയുന്നത്. എത്തരത്തിലാണ് വിശ്വഗുരു ആകുന്നത് എന്നെനിക്കറിയില്ല. ഇവിടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സംഭവവികാസങ്ങൾ, പല യുദ്ധങ്ങളും വലിയ സംഭവങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ നരേന്ദ്രമോദി അതിന് മധ്യസ്ഥം വഹിക്കണം എന്നുവരെ ഇവിടുത്തെ സംഘപുത്രന്മാർ
ആവശ്യപ്പെടുകയുണ്ടായി. അത്തരത്തിലൊരു നിലവാരമോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഏതായാലും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉണ്ടായിട്ടില്ല. പല വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറയുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇരുന്ന വളരെ വിവരമുള്ള ജവഹർലാൽ നെഹ്റു പോലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം വിവരമുള്ള ആളുകൾ ഇരുന്ന ഒരു സീറ്റിലിരുന്ന് വെറും കോമാളിയെ പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന തരത്തിലേക്ക് അധപ്പതിച്ച ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനായിട്ടുള്ളത്? ഇവിടെ UDF-ന്റെ പ്രതിനിധി പറഞ്ഞു ഇവിടെ ചാഴിക്കാടൻ സാറ് ചെയ്ത വികസനങ്ങളൊന്നും അതൊക്കെ കേവലം ഒരു PAക്ക് ചെയ്യാൻ മാറ്റുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ PAമാരുടെ ഒരു ഇലക്ഷൻ വെക്കുന്നതായിരിക്കും നല്ലത്. PAമാരെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു MP എന്നുള്ള ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തേക്ക് അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം തൻ്റെ MP ഫണ്ട് വളരെ കൃത്യമായിട്ട് വിനിയോഗിച്ചു. ഏതാണ്ട് 25,000 രൂപ മാത്രമാണ് അതിൽ ബാക്കിയുള്ളത്. അദ്ദേഹം ആ സ്ഥാനത്തേക്ക് എത്തിയത് അതിൽ 1-ാം സ്ഥാനത്താണ്. അദ്ദേഹം പറഞ്ഞു വേറെ ആരൊക്കെയുണ്ട്, പക്ഷേ ആദ്യമായിട്ട് ആ സ്ഥാനത്തേക്ക് വന്നത് അദ്ദേഹം 1-ാം സ്ഥാനത്ത് വന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 1-ാം സ്ഥാനത്താണെന്ന് എന്ന് അവകാശപ്പെട്ടത്. അപ്പോൾ രണ്ടുപേരോടുമുള്ള ചോദ്യങ്ങൾ എൻ്റെ അവസാനിച്ചു. അപ്പോൾ ആദ്യ ഹരികുമാർ, ഇന്ധന വില വർധന മാത്രമല്ല പ്രധാനമന്ത്രി പദത്തിലിരിക്കാൻ നരേന്ദ്രമോദിക്ക് യോഗ്യതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കൾ ആദ്യം സൂചിപ്പിച്ചത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധന. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഇന്ത്യയെ പോലെയുള്ള ഒരു വികസന രാഷ്ട്രത്തിൽ ദേശീയ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നിട്ടല്ല അതിൻ്റെ ടാക്സിനെ സംബന്ധിച്ചുള്ള റേഷ്യോ അത് കഴിഞ്ഞു പോകുന്ന മുൻ ഗവൺമെൻറ്റുകളെല്ലാം തന്നെ കൂട്ടിയതിന് ആനുപാതികമായിട്ടും മാത്രമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ്റും കാലാകാലങ്ങളായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് നടപ്പാക്കിയത്. ഇതാണ് ഇന്ത്യയെ പോലെയുള്ളൊരു വികസന രാജ്യത്ത്. നിങ്ങൾക്കറിയാൻ ഈ രാജ്യത്തിൻ്റെ വികസനം, നിങ്ങളൊന്ന് ദേശീയ പാതയിൽ കൂടി സഞ്ചരിക്കണം. ദേശീയ പാതയിൽ ഇപ്പോൾ അടിക്കടി നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയാൽ എറണാകുളം വരെ അണ്ടർ പാസുകൾ, ബൈപ്പാസുകൾ അടക്കം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കേരളത്തിന് മാത്രം 1,00,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ഈ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ IIT-കൾ, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പുതിയ റെയിൽവേകൾ, വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ, ഇതിനുള്ള പണം എവിടുന്നാണ്? ഇതിനുള്ള പണം കണ്ടെത്തുന്നത് താങ്കൾ അധിക്ഷേപിച്ചു അൽഫോൺസ് കണ്ണന്താനത്തെ. ടോയ്ലറ്റുകൾ, ഞങ്ങൾ പറയും ടോയ്ലറ്റുകൾ, വടക്കേ ഇന്ത്യയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ മലമൂത്ര വിസർജനം നടത്തിയിരുന്ന സാധാരണക്കാരന് ഞങ്ങളുടെ ഗവൺമെൻറ് 16 കോടി ടോയ്ലറ്റുകളാണ് വടക്കേ ഇന്ത്യൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അത് ഈ പെട്രോളിൻ്റെ വരുമാനം കൊണ്ടാണ്. അത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ എന്താണ് നിങ്ങൾ ഈ നികുതി കൊടുക്കുമ്പോൾ ഈ രാജ്യത്തുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം താങ്കൾ ചോദിച്ചു, മോദി ഒരു കോമാളിയാണെന്ന്. പ്രിയ സുഹൃത്തേ, ഈ കോമാളിയാണോ ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ? GST ആരാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത്? ചിട്ടയുക്തമായിട്ട് ടാക്സ് പിരിക്കാനായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തി. നിങ്ങൾ പറഞ്ഞല്ലോ തുഗ്ലക് പരിഷ്കാരം എന്ന് പറയുന്ന നോട്ട് നിരോധനം. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇവിടെ കള്ളപ്പണം ഇല്ലാതായി, ഇവിടെ കള്ള രജിസ്ട്രേഷൻ ഇല്ലാതായി. എനിക്കും നിങ്ങൾക്കുമടക്കം ഗൂഗിൾ പേയിലൂടെ സാമ്പത്തിക വിനിമയം നടത്താമെന്ന രീതിയിൽ ലോക നേതാവാണ് നരേന്ദ്രമോദി. എന്താ സംശയം? ഇന്ന് ലോക സാമ്പത്തിക രംഗത്ത് ഭാരതം 5-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്തോട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഒരു ലോക സാമ്പത്തിക ഫോറത്തിൽ വെച്ച് ഓട്ടോഗ്രാഫിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അടുത്ത് വരുന്നു. അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ റഷ്യയുടെയും ബ്രിട്ടന്റെയും ഓസ്ട്രേലിയയുടെയും നേതാക്കന്മാർ തയ്യാറാകുന്നു. നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ പറഞ്ഞു നമ്മുടെ കേരളത്തിലെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, റഷ്യയോട് പറഞ്ഞു, നിങ്ങൾ നിർത്തണം, നിങ്ങൾ യുദ്ധം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിൻ്റെ ഇന്ത്യ മഹാരാജ്യത്തെ ആതുര സേവന രംഗത്ത് നിൽക്കുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളെ രക്ഷിച്ചു കൊണ്ടുവന്ന ആരാ? നിങ്ങൾക്കറിയില്ലെങ്കിൽ പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ നട്ടലുള്ള പ്രധാനമന്ത്രി, ജനങ്ങളെ നേരിട്ട് നോക്കി കാര്യങ്ങൾ പറയുന്ന പ്രധാനമന്ത്രി, അത് നരേന്ദ്രമോദി. ലോക നേതാവാ നരേന്ദ്രമോദി. ഈ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്ന വികസനം മാത്രം മതി, അദ്ദേഹത്തെ ജനങ്ങൾ അംഗീകരിക്കും. സജി മഞ്ഞക്കടമ്പിൽ, നമ്മുടെ സിറ്റിംഗ് MP-യെ അധിക്ഷേപിച്ചതിലുള്ള ഒരു വിഷമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ സിറ്റിംഗ് MP-യെ അധിക്ഷേപിക്കുകയല്ല ചെയ്ത്. സിറ്റിംഗ് MP 100% ചെലവഴിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം മാത്രമാണ് ചെലവഴിച്ചത്, അദ്ദേഹമാണ് ഒന്നാമനെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും. ഞാൻ പറയും MP ഫണ്ട് ചെലവഴിക്കാൻ വേറെ വലിയ അധ്വാനമൊന്നുമില്ല. അത് കൃത്യമായി എഴുതിയെടുത്ത് ഏതൊക്കെ ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്, നല്ലൊരു PA ഉണ്ടെങ്കിൽ MP ഫണ്ട് ചെലവഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ PA മാത്രമല്ല MP ഫണ്ട്, MP എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഈ PA എഴുതിക്കൊണ്ടുവരും, അതിൻ്റെ അടിയിൽ ഒപ്പിടുന്ന പരിപാടി അത് MP തന്നെയാണ്, അത് പുള്ളി ചെയ്യുന്നുണ്ട് ഡ്രിപ്പിംഗ്. അതിന് നമുക്ക് തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പറയുന്നത് വികസനം ചർച്ച ചെയ്യും, വികസനമല്ല ഇപ്പോൾ വിലക്കയറ്റം ചർച്ച ചെയ്യുക, കാർഷിക വിളകളുടെ വിലക്കയറ്റം, അതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ ഗവൺമെൻറ് എന്താ വർദ്ധിപ്പിക്കാത്ത കരം? വെള്ളക്കരം വർദ്ധിപ്പിച്ചില്ലേ, അല്ലെങ്കിൽ വീട്ടുകരം വർദ്ധിപ്പിച്ചില്ലേ, വസ്തുക്കരം വർദ്ധിപ്പിച്ചു, കറണ്ട് ചാർജ് ദിനംപ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വിലവർദ്ധനമൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അല്ലാതെ MP ഈ ഫണ്ട് ചെലവഴിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ചർച്ച ഇവിടെ വരാൻ പോകുന്നത്. മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ച UDFിൻ്റെ പാനലില്ല, ഞങ്ങളൊക്കെ പണിയെടുത്ത് വിജയിപ്പിച്ച ആളാണ്. അദ്ദേഹം ഇപ്പോൾ LDFിലേക്ക് കടന്നു. അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ പലതും ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് UDFിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ MPയും MP ഫണ്ടും. ഇപ്പോൾ അദ്ദേഹം LDF ആയതുകൊണ്ട് ഞാനാണ് മുഴുവൻ വികസിപ്പിച്ചത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും അദ്ദേഹം LDFിലേക്ക് പോയത് ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ആ MP സ്ഥാനം അദ്ദേഹം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അദ്ദേഹം വിജയിച്ച് അദ്ദേഹം ഇവിടെ വികസനം ഏർപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ വികസനമാണെന്ന് പറയും. ഈ വികസനത്തിൻ്റെ ഉത്തരവാദി പങ്കാളി ഞങ്ങൾ കൂടിയാണ്. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് തോമസ് ചാഴികാടന്. ആർക്കെങ്കിലും നിഷേധിക്കാൻ ഒക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞത് MPയെ അധിക്ഷേപിക്കലല്ല എൻ്റെ പരിപാടി. MP ചെയ്ത തെറ്റായ കാര്യങ്ങൾ അത് കൃത്യമായി വിളിച്ചു പറയും. അതിനിപ്പോൾ ആരൊക്കെ പടങ്ങിയാൽ അത് വിളിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രീ ജോണി നല്ലൂർ, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടില്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തും. പക്ഷെ അതിനേക്കാളേറെ ഇത് രാജ്യത്തിൻ്റെ ലോക്സഭയിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ, അതാണ് നമ്മുടെ മുന്നിലുള്ള ഒന്നാമത്തെ ചോദ്യം. ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നത് നമ്മുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ മതേതരത്വം. ആ മതേതരത്വം ഉയർത്തിപ്പിടിക്കുവാൻ അതിനാരാണ് ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്? നമ്മുടെ മതേതരത്വം തകർന്നു അല്ലെങ്കിൽ തകർത്തു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ രാജ്യത്ത് പല സമുദായങ്ങളുമുണ്ട്, പല മതങ്ങളുമുണ്ട്. ഇവിടെ ഹൈന്ദവനുണ്ട്, മഹാഭൂരിപക്ഷം ഹൈന്ദവരാണ്. മുസൽമാനുണ്ട്, ക്രൈസ്തവനുണ്ട്, ബുദ്ധമതക്കാരനുണ്ട്, പാഴ്സിയുണ്ട്, ജൈനമതക്കാരനുണ്ട്. ഇവരെല്ലാം ഒരേ തൂവൽ പക്ഷികളെ പോലെ സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ മതാനുഷ്ഠാനങ്ങൾ വളരെ ഭംഗിയായി ആ മതാനുഷ്ഠാനങ്ങൾ വിശ്വാസമർപ്പിച്ച ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. ലോകത്തെവിടെ ചെന്നാലും ഇന്ത്യയുടെ മതേതരത്വമാണ് ഇന്ത്യയുടെ മുഖമുദ്ര. അതിപ്പോൾ കഴിഞ്ഞ 10 വർഷമായി തകർന്നിരിക്കുന്നു. ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നൊരു കൂട്ടർ ആഗ്രഹിക്കുന്നു. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കണം. ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഇവിടെ ജീവിക്കാൻ പാടില്ല. എന്തിനേറെ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ചില MPമാർ പോലും പറയുന്നു മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം. പ്രസ്താവന ഒരു പക്ഷേ താങ്കൾ വായിച്ചിട്ടുണ്ടാവും. അത്ര വില കുറഞ്ഞ പ്രസ്താവനകളുമായി BJPയുടെ സംഘപരിവാറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അത് ഈ രാജ്യത്തെ മതേതരത്വം തകർക്കുന്നുവെന്ന് അല്ലേ കാണേണ്ടിയിരിക്കുന്നത്? എത്രയോ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി ആക്രമിക്കപ്പെട്ടു. എന്ത് കഴിക്കണം, ഞാനും നിങ്ങളും എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? സംഘപരിവാറാണോ തീരുമാനിക്കേണ്ടത്? ഇവിടെ ഹരികുമാർ പറയാണ്, ഇവിടെ ഇരിക്കുന്ന ആരും നാളെ മുതൽ വെള്ളവസ്ത്രം ധരിക്കാൻ പാടില്ല. സ്വീകരിക്കാൻ പറ്റുമോ? സംഘപരിവാർ പറയുന്നു ഞങ്ങൾ പറയുന്ന പോലെ വസ്ത്രം ധരിക്കണം, ഞങ്ങൾ പറയുന്ന ഭാഷയെ സംസാരിക്കാൻ പറ്റൂ, ഞങ്ങൾ പറയുന്ന ഭക്ഷണമേ കഴിക്കാൻ പറ്റൂ. മാംസം വീടിനകത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ പാവപ്പെട്ട ന്യൂനപക്ഷക്കാരനായ ഒരു സഹോദരനെ ക്രൂരമായി മർദ്ദിച്ച് കൊന്ന വാർത്തകൾ നാം വായിച്ചല്ലോ. നടുറോഡിലിട്ട് മാംസവുമായി പോയ ആളുകളെ തല്ലിക്കൊന്ന വാർത്ത നാം കേട്ടല്ലോ. കേരളത്തിൽ ഒരു കോളേജ് ക്യാമ്പസിൽ ഞാൻ പറയാം, ഹോസ്റ്റലിൽ അതിലേക്ക് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് തല്ലിക്കൊന്നു. അങ്ങേയറ്റം പൈശാചികമാണ്. ആ കുറ്റവാളികൾ മുഴുവൻ പിടികൂടപ്പെടണം. കുറേ പേരെ പിടിച്ചു, ഇപ്പോൾ CBI അന്വേഷിക്കുന്നുണ്ടല്ലോ. മുഴുവൻ കുറ്റവാളികളെയും പിടികൂടപ്പെടണം, യാതൊരു സംശയവുമില്ല. അക്രമം ആര് കാണിച്ചാലും അക്രമമാണെന്ന് പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. ഇത് അക്രമമാണ് എന്ന് പറയുവാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. കഴിയട്ടെ പ്ലീസ്. ഒരു മിനിറ്റ്. പ്രസ്താവന ഇറക്കിയത് ആരല്ല, ആരും പ്രസ്താവന ഇറക്കിയ ആൾക്കാരെയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ആരും പ്രസ്താവന ഇറക്കില്ല, അങ്ങയുടെ പാർട്ടിയും പ്രസ്താവന ഇറക്കിയില്ല. അതൊന്നും പറയണ്ട. അല്ല, പ്രസ്താവന എന്നാ പ്രതികളെ പിടികൂടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതാ പ്രതികളെ പിടികൂടി, കുറെ പ്രതികളെ പിടികൂടി. ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതുകൊണ്ട്, ഇങ്ങനെ മതേതരത്വം തകർക്കുന്ന ഒരു കൂട്ടർ ഇനി മണ്ണോ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യല്ലേ ഈ രാജ്യത്ത്?
നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന എത്രയോ ഗവൺമെൻറ്റുകളെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് MLA-മാരെ വിലയ്ക്ക് വാങ്ങി ആ ഗവൺമെൻറ്റുകളെ അട്ടിമറിച്ചു. ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ഒരു MLA-ക്ക് 25 കോടി രൂപ വെച്ച് കൊടുക്കാൻ BJP തയ്യാറായി എന്ന് പറഞ്ഞു. ആരും നിഷേധിച്ചില്ലല്ലോ. ഗോവയിൽ, മണിപ്പൂരിൽ, എത്രയോ സ്ഥലങ്ങളിൽ, മേഘാലയയിൽ എത്രയോ സ്ഥലങ്ങളിൽ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരെ കൂട്ടത്തോടെ വിലക്കെടുത്ത് അട്ടിമറിച്ചു. കർണാടകയിൽ അട്ടിമറിച്ചില്ലേ? മധ്യപ്രദേശിൽ അട്ടിമറിച്ചില്ലേ? രാജസ്ഥാനിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചില്ലേ? അപ്പോൾ രാജ്യത്തെ ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന വിധത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരെ പോലും വില കൊടുത്ത് വാങ്ങി ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുവാനുള്ള നീക്കം നടക്കുന്ന ഒരു രാജ്യം, അത് നമുക്ക് വേണോ? ജനാധിപത്യമല്ലേ നമ്മുടെയൊക്കെ അടിസ്ഥാന തത്വം. ആ ജനാധിപത്യത്തെ തകർക്കുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പ്. ഇപ്പം നരേന്ദ്രമോദിയെ അദ്ദേഹം കഴിവുള്ളൊരു നേതാവാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഞങ്ങൾക്കൊരു തർക്കമില്ല. വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കാനും ഞാൻ തയ്യാറില്ല. പക്ഷേ അദ്ദേഹം പിന്തുടരുന്ന നയങ്ങൾ, അദ്ദേഹം എടുക്കുന്ന സമീപനങ്ങൾ, ഇവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ എന്തേ അദ്ദേഹം മൗനിയാകുന്നത്? ഏറ്റവും ഒടുവിൽ മണിപ്പൂർ ഈ രാജ്യത്തൊരു സംസ്ഥാനമല്ലേ? എത്രയോ ദേവാലയങ്ങൾ ഇവിടെ അടിച്ചു തകർക്കപ്പെട്ടു. പുരോഹിതന്മാരുൾപ്പെടെ കൊല ചെയ്യപ്പെട്ടില്ലേ? കൊച്ചു പെൺകുട്ടികൾ 17, 18, 20 വയസ്സുള്ള പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തില്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എവിടെയൊന്ന് പോകാൻ പോലും കഴിയാതെ പോയത്? അദ്ദേഹം ആ സംസ്ഥാനത്തൊന്ന് പോയി ആ വേദന അനുഭവിക്കുന്ന ആളുകളെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ അത് സമയം കണ്ടെത്തി. അല്ല ശ്രീ ജോണി നെല്ലൂർ, അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ വീട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചില്ല? ഒരു 10 മിനിറ്റ് അങ്ങ് പോയാൽ പോരെ സെക്രട്ടേറിയറ്റിൽ നിന്ന്? അത് ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ആകമാനം വേദനയിലാക്കിയ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ നെടുമങ്ങാട്ട് പോയില്ല എന്നുള്ള ആ മറുവാദം ഉന്നയിക്കുന്നത് ശരിയല്ല. അദ്ദേഹം സാധാരണഗതിയിൽ അങ്ങനെ ഒരിടത്തും പോകാറില്ലാത്ത ഒരാളാണ്, നമുക്കൊക്കെ അറിയാമല്ലോ. ഞാൻ അതൊരു തർക്ക വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിലൊക്കെ എനിക്ക് എൻ്റേതായ കാഴ്ചപ്പാടുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്കും കാഴ്ചപ്പാടുണ്ട്. അക്രമം ആര് കാട്ടിയാലും അതിനെ ചെറുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളൂ, ഈ രാജ്യം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ വീണ്ടും BJP ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എൻ്റെ പ്രിയ സ്നേഹിതൻ സജി മഞ്ഞക്കടമ്പിൽ പോലും അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവിടെ ഞാൻ സജയ് നാളിതുവരെ ജനപ്രതിനിധി MLA ആകാത്തതുകൊണ്ട്, ജില്ലാ പഞ്ചായത്തോ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയതാണല്ലോ, ജനപ്രതിനിധികളെ ആക്ഷേപിക്കാൻ പാടില്ല. അവരുടെ PA-മാരാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞത് വളരെ മോശമായിപ്പോയി. അനിൽ നമ്പ്യാർക്ക് അറിയാമല്ലോ, 91 മുതൽ MLA ആയി നിയമസഭയിൽ കടന്നു വന്ന് എന്നെ എത്രയോ പ്രാവശ്യം താങ്കൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു MLA അല്ലെങ്കിൽ ഒരു MP-യെ ഇതുപോലെ ആക്ഷേപിക്കാമോ? PA-മാരാണ് എഴുതി കൊടുക്കുന്നത്. PA-മാർ എഴുതി കൊടുക്കുന്നതിൻ്റെ അടിയിലാണ് ഒപ്പുവയ്ക്കുന്നത്. അതൊക്കെ ആക്ഷേപമല്ലേ? അങ്ങനെയൊക്കെ ഒരു ജനപ്രതിനിധിയെ ഒരിക്കലും പറയാൻ പാടില്ല. ജനപ്രതിനിധിക്ക് അതിൻ്റേതായ മാന്യതയുണ്ട്. എനിക്ക് PA ഉണ്ടായിരുന്നു. എൻ്റെ PA ഞാൻ പറയുന്നതിലപ്പുറത്തൊരു വാചകം പോലും, ഒരു കത്തിൽ പോലും എഴുതുകയില്ലായിരുന്നു. എനിക്കറിയാം, ഞാനതിൻ്റെ അടിയിൽ ഒപ്പിടും. എഴുതുന്നത് ചിലപ്പോൾ PA ആയിരിക്കും, പക്ഷേ പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ സഹോദരൻ അത് മാറ്റണം. അങ്ങനെയുള്ള ചിന്താഗതി വെച്ച് പുലർത്താൻ പാടില്ല. മറ്റൊരു കാര്യം, ഇവിടെ എന്താ കേരളത്തിലിപ്പോൾ ഇവിടെ വിലക്കയറ്റം പറയുന്നു. വിലക്കയറ്റമുണ്ട്, രാജ്യത്തെമ്പാടും വിലക്കയറ്റമില്ലേ? ഒരു സാധനവുമില്ല. അതെ, അത് ഞാൻ പറയാം. സാധനം വേണമെങ്കിൽ പണം വേണം. എന്തുകൊണ്ട് ഈ രാജ്യത്തെ ഗവൺമെൻറ് ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള നാടല്ലേ നമ്മുടേത്? ഇന്ത്യ രാജ്യം, ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ എന്തുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട വിഹിതം പോലും തരാൻ മടിക്കുന്നു? നമ്മൾ കടമെടുക്കാനാണ് ചോദിക്കുന്നത്. ആ കടമെടുക്കാൻ ചോദിക്കുമ്പോൾ അതുപോലും തരികയില്ല എന്നുള്ള നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കാമോ? അല്ല ശ്രീ ജോണി നെല്ലൂർ, തനത് വരുമാനം ഉണ്ടാക്കണ്ടേ? അതേ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? ഈ ഗവൺമെന്റ് വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഏത് ഗവൺമെന്റ് അവിടെ കടമെടുക്കാത്തത്? ഞാൻ വളരെ കാലം, ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ ചോദ്യം വരാമായിരിക്കും, ഞാൻ UDF-ന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളല്ലേ. 32 വർഷം UDF-ന്റെ ഉന്നതാധികാര സമിതിയിൽ അംഗമായിരുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ട് UDF വിട്ടു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണമുണ്ട്, വ്യക്തമായ കാരണം. സജി മഞ്ഞക്കടമ്പിലിനും അറിയാം, പക്ഷേ ഇവിടെ പരസ്യമായി അദ്ദേഹം അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണമുണ്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ, ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും കയ്യും കാലും വെച്ചാൽ, അതാണ് ഇപ്പോഴത്തെ UDF ചെയർമാൻ. ഞാൻ പറയുന്നു, അതാണ് ഇപ്പോഴത്തെ UDF ചെയർമാൻ. ശ്രീ K. കരുണാകരനോടൊപ്പം, ശ്രീ A. K. ആന്റണിയോടൊപ്പം, ശ്രീ ഉമ്മൻചാണ്ടിയോടൊപ്പം, ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പം UDF-ന്റെ ഉന്നതാധികാര സമിതിയിൽ പ്രവർത്തിച്ചിരുന്നു. വിനീതനായ പൊതുപ്രവർത്തനമാണ് ഞാൻ. നീണ്ട 7-8 വർഷക്കാലം UDF-ന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. ഈ കേരളമാകെ 140 നിയോജകമണ്ഡലങ്ങളിലും 3-ലേറെ പ്രാവശ്യം ഘോരഘോരം പ്രസംഗിച്ചയാളാണ് ഞാൻ. ഈ യാത്രകളിലെല്ലാം
ഉമ്മൻചാണ്ടിയുടെ യാത്രയിൽ, എ കെ ആന്റണിയുടെ യാത്രയിൽ, രമേശ് ചെന്നിത്തലയുടെ യാത്രയിൽ അങ്ങും കണ്ടിട്ടുണ്ട് പല വേദികളിലും വെച്ച്. അങ്ങനെയുള്ള ഞാൻ UDF വിടുവാൻ തക്കതായ ഒരു കാരണമില്ലെങ്കിൽ UDF വിടുമോ? ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, മാണി സാറിൻ്റെ മനസ്സ് പൂർണ്ണമായി നിങ്ങളോടൊപ്പമാണോ? ആയിരുന്നു, എപ്പോഴുമായിരുന്നു. അത് ഞാൻ പറയാം. അല്ല, ഇപ്പോഴാണ് ഞാൻ പറയാം. ഇപ്പോഴും മാണി സാറിന്റെ ആത്മാവ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാണി സാറിന്റെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ട് എന്നെ അഭിനന്ദിക്കുന്നുണ്ടാകും. സംശയമൊന്നും വേണ്ട. കാരണം ഞാൻ പിച്ചവെച്ച് നടന്ന കാലം വള്ളിനിക്കറുമിട്ട് കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ പ്രവർത്തകനായി കോട്ടയത്ത് വന്നയാളാണ് ഞാൻ. മാണി സാറിനെ എന്ത് പേര് വിളിച്ചാണ് അധിക്ഷേപിച്ചതെന്ന് ശ്രീ ജോണി നെല്ലൂരിന് അറിയാലോ. ഒരു കളിയാക്കുമല്ല. അല്ല, ശ്രീ ജോണി നെല്ലൂർ, ഞാൻ പറയട്ടെ മോനെ, പറയട്ടെ. അല്ലല്ല, മാണി സാറിന്റെ ആത്മാവ് എന്ന് ഞാൻ പറയും. മാണി സാറിന്റെ ആത്മാവ് എന്ന് തന്നെ പറയും. മാണി സാറിന്റെ ആത്മാവ് എന്ന് തന്നെ പറയും. നിങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പൊക്കോ. ഞാൻ പാഴ്വാക്കൊന്നുമല്ല. ആത്മാവിൽ വിശ്വാസം ഇല്ലാത്തവരാണ് നിങ്ങൾ, അത് വിട്ടേക്കൂ. ഞാൻ പറയുന്നു, ആത്മാവിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ മാണി സാറാണ് എന്നെ ആദ്യമായി നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് 1980-ൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി. അങ്ങനെ മനസ്സിലാക്കണം, 1980-ൽ ആദ്യമായി ഞാൻ മത്സരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ്. മാണി സാർ പാലായിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, മൂവാറ്റുപുഴയിൽ വിനീതനായ ഞങ്ങളൊക്കെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളായിരുന്നു. അന്ന് ഞാൻ പരാജയപ്പെട്ടു. മാണി സാർ തീരുമാനിച്ചു. ആ ഗവൺമെൻറ് ഉണ്ടായി 2 വർഷം കഴിഞ്ഞപ്പോൾ ആ മുന്നണി വിട്ടു. ഞങ്ങൾ UDFിലേക്ക് വന്നു. പിന്നെ UDFിൽ ഉറച്ചു നിന്നു. കേരള കോൺഗ്രസിലെ പിളർപ്പുകൾ നിങ്ങൾക്കറിയാം. മാണി സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരും തോറും വളരുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ച എപ്പോഴാണ്? മാണി സാർ ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ച പല ഘട്ടങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വേദനിച്ചത് നിരപരാധിയായ അദ്ദേഹത്തെ ബാർക്കോഴയുടെ പേരിൽ ബലിയാടാക്കിക്കൊണ്ട് ഈ നാട്ടിൽ അദ്ദേഹത്തെ ഒരു കള്ളൻ, കോഴമാണി എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം മനം നൊന്ത് പൊട്ടിക്കരഞ്ഞ ആളുകളാണ്. അദ്ദേഹത്തെ ബാർക്കോഴ കള്ളക്കേസിൽ കുടുക്കുവാൻ മുൻകൈയെടുത്തത് ആരാണ്? ഇല്ലല്ല, അവരുടെ വീട്ടിലെ അന്തി ഉറങ്ങുന്നത്, അവരുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നത്, അവരുടെ വീട്ടിലെ പാപിച്ച് കിടക്കുന്നത്. നിങ്ങളുടെ നേതാവ് PJ ജോസഫ് ആ കൂട്ടത്തിലായിരുന്നല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. നിങ്ങളുടെ നേതാവ് PJ ജോസഫ് വർഷങ്ങളോളം ആ കൂട്ടത്തിലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ മാറിയത്? ഇപ്പൊ നിങ്ങളുടെ സ്ഥാനാർത്ഥി പേര് ഞാൻ പറയുന്നില്ല, 7 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 6ലും LDF, 2 പ്രാവശ്യം MP ആയി. LDF MP റോഷി അഗസ്റ്റിനെതിരെ LDF ആയി മത്സരിച്ചു, UDF ആയി മത്സരിച്ചു, തോറ്റു. ഇപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നു. എനിക്ക് ആക്ഷേപമില്ല, പക്ഷേ അദ്ദേഹം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് അത് നിങ്ങൾ ന്യായീകരിക്കുകയും ചാഴികാടൻ രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു തീരുമാനമെടുത്ത് മാറിയപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയത് എങ്ങനെയാ പോയത്? അദ്ദേഹം സമരശാല പോയതാണോ? പാർട്ടി സമരശാല പോയതാണോ? ഞാനൊക്കെ UDFിൽ വേദനിച്ചുകൊണ്ട് പറഞ്ഞു, പുറത്താക്കരുതവരെ എന്ന് പറഞ്ഞയാളാ ഞാൻ മാത്രമല്ല, പുറത്താക്കരുതെന്ന് പറഞ്ഞു. അവരെ പുറത്താക്കിയത് ആരാ? പുറത്താക്കിയത് UDF. ആ പുറത്താക്കിയിട്ട് 3 മാസക്കാലത്തേക്ക് അവര് വേറൊന്നും ആലോചിക്കാതെ അവിടെ തന്നെ നിന്നു. എന്തേ ആ 3 മാസക്കാലം അവരെ ഒന്ന് വിളിക്കാത്തത്? ജോസ് കെ മാണി ഒന്ന് വിളിച്ച് നമുക്ക് ഒരുമിച്ച് നിൽക്കുമെന്ന് പറയുവാനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ ആത്മാർത്ഥത പോലും കാണിക്കാത്ത UDF അല്ലേ? അവസാനം LDF വിളിച്ചു, LDFിൽ അംഗമായി. ഇനി മനസ്സ് മാറുമോ? ഇനിയോ? കേരളത്തിൽ രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയമാകുമ്പോ ഒന്നും ഇന്ന് മാറും അല്ല. അതിപ്പോ അപ്പുറത്തിരിക്കുന്ന നിങ്ങളുടെ പാർട്ടി മാറി അത്ര ഏതായാലും മാറില്ല, സംശയം വേണ്ട. അത്രയും മാറില്ല ഞങ്ങൾ. ഓക്കെ, ഇവിടെ കോട്ടയത്ത് വരുമ്പോൾ മാണി സാറിനെ അനുസ്മരിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശ്രീ ജോണി നെല്ലൂരിനോട് ചോദിച്ചത്, മാണി സാറിന്റെ ആത്മാവ് ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ടാവുമോ എന്ന്. തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം. മാണി സാറുമായി ജോണി ചേട്ടനുള്ളതിനേക്കാൾ ആത്മബന്ധം എനിക്കുണ്ട്. കാരണം ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ KM മാണിക്ക് മാത്രമേ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളൂ. കുടുകാലിയുടെ കഥ പറയാം. ആരാ കുടുകാലി കുട്ടിയത്? ഞാൻ UDFിനൊപ്പം നിൽക്കുന്നത്. KM മാണി സാർ UDFുകാരനാ. അങ്ങനെ UDFുകാരനായിട്ടാണ് മരിച്ചത്, അങ്ങനെ UDFുകാരനായിട്ടാണ് അടക്കിയത്. പിന്നെ KM മാണി സാർ മരണപ്പെട്ടതിന് ശേഷം ആരെങ്കിലും LDFിലേക്ക് പോയെങ്കിൽ അത് ഞാൻ കാലം മാറിയിട്ടില്ല. ഞാൻ KM മാണിയെ വഞ്ചിച്ചിട്ടുമില്ല.
അവിടെ ഇരിക്കുക, മോനെ അവിടെ ഇരിക്കുക. മോനെ എന്നെ കുറിച്ച് അറിയത്തില്ലാത്ത മോനെ എന്നെ കുറിച്ച് നല്ല ബോധ്യമില്ല. ഒരു മിനിറ്റ്. ഡിജു അവിടെ ഇരിക്കുക പ്ലീസ്. ഞാൻ പറയാം, ആ കൊച്ചു പയ്യന് വലിയ ബോധ്യമില്ല പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞേ, ഇവിടെ ജോണിച്ചേട്ടൻ കാര്യം പറഞ്ഞു, എന്റെ അനിയന് BJP അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമില്ലെന്ന്. പക്ഷെ ഞാൻ BJP അധികാരത്തിൽ വരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചില്ല. ജോണിച്ചേട്ടൻ ഇടയ്ക്കൊന്ന് ആഗ്രഹിച്ചായിരുന്നു. ജോണിച്ചേട്ടൻ ആഗ്രഹിച്ചായിരുന്നു BJP അധികാരത്തിൽ വരണം, BJP മുന്നിലേക്ക് അദ്ദേഹം പോകാൻ വേണ്ടി ശ്രമം നടത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം അത് തിരിച്ചു വന്നു. പക്ഷെ ഞാനൊരിക്കലും BJPയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ഇന്ത്യ മുന്നണിയുടെ UDFന്റെ പ്രതിനിധി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ജോണിച്ചേട്ടൻ അത് പറയണ്ട, നമുക്കറിയാം, ഇതിനെക്കുറിച്ച് പറയണ്ടാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് KM മാണി സാറ് അദ്ദേഹം LDFന്റെ കൂടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. LDF വാസം ഉപേക്ഷിച്ച് അദ്ദേഹം ചാടി ഓടി രക്ഷപ്പെട്ട് UDFിലേക്ക് വന്നു. അതിനുശേഷം അദ്ദേഹം ഒരിക്കലും LDFിലേക്ക് പോയിട്ടില്ല, പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുമില്ല. മാണി സാറിൻ്റെ മരണശേഷമാണ് LDFിലേക്ക് പോയത്. ഇവിടെ ബാർക്കോഴ വിഷയം ജോണിച്ചേട്ടൻ പറഞ്ഞു. മാണി സാറ് ബാർക്കോഴ വിഷയത്തിൽ ഒരാരോപണം മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. ആ ആരോപണത്തിൻ്റെ പേരിൽ ഇവിടുത്തെ DYFIയും CPMും അദ്ദേഹത്തെ ക്രൂരമായി വേട്ടയാടി. അദ്ദേഹത്തെ കള്ളൻ കോരൻ എന്ന് വിളിച്ചില്ലേ, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞത് കോഴമാണി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. അദ്ദേഹത്തിന് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ചീമുട്ടയേറ്, കല്ലേറ്, അങ്ങനെ ഏതു തരത്തിലെല്ലാം അദ്ദേഹത്തെ ആക്ഷേപിക്കാമോ അത്തരത്തിലെല്ലാം അവർ ആക്ഷേപിച്ചു. അങ്ങനെ ആക്ഷേപിച്ചതിന്റെ ഫലമായിട്ടാണ് നെഞ്ചുപൊട്ടിയാണ് അദ്ദേഹം മരിച്ചത്, യാതൊരു സംശയമില്ല. ഞങ്ങൾക്കൊരു കാര്യം പറയാം, എനിക്കൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇതൊക്കെ ജോണിച്ചേട്ടൻ UDF ഉണ്ടല്ലോ, ജോണിച്ചേട്ടൻ പറഞ്ഞാൽ മതി ഉണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞേ, നിങ്ങൾ ആർക്കുമെതിരെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയൊക്കെ ആരോപണം ഉണ്ടാവാം, ആക്ഷേപം ഉണ്ടാവാം. ഒരാൾക്കെതിരെ ആക്ഷേപം ഉണ്ടായാൽ അയാളെ ആ നിമിഷം നേരെ പ്രതിയാണെന്ന് മനസ്സിലാക്കിയാലുണ്ട്. അല്ല, ഒന്നും പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ പ്ലീസ്. ഞാൻ പറഞ്ഞു, രമേശ് ചെന്നിത്തലയാണ്, നിങ്ങൾ രമേശ് ചെന്നിത്തല മൂക്കിലോട്ട് കയറ്റിക്കൂ, ഒരു സംശയം രമേശ് ചെന്നിത്തല നിങ്ങൾ മൂക്കിലോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആരോപണം ഉണ്ടായാൽ, ആർക്കെങ്കിലും ഒരു ആരോപണം ഉണ്ടായാൽ അയാളെ അന്നേരം കള്ള എന്ന് വിളിക്കുകയല്ല, അയാളെ കൊള്ളക്കാരെന്ന് വിളിക്കുകയല്ല, അതല്ല മര്യാദ. ആ ആരോപണത്തിന്റെ പേരിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം. അദ്ദേഹത്തെ ആക്ഷേപിച്ചോ, ഇതിവിടെ അതാണോ സംഭവിച്ചത്? മാണി സാറിന്റെ കുടുംബത്തെയും ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ DYFയുടെ നേതൃത്വത്തിൽ ക്രൂരമായി അദ്ദേഹത്തെ വേട്ടയാടി ആക്രമിച്ചു. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ ചാട്ടവാറുണ്ടെങ്കിൽ ഇന്ന് ഇടതുപക്ഷത്ത് പോയിരിക്കുന്നത് ഇവരെ ചിലപ്പം അദ്ദേഹം അടിച്ചാണ്. ഇതെനിക്ക് പറയാനുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം കൂടി പ്രിയപ്പെട്ട ജോണി നെല്ലൂര്, കേന്ദ്രം കേരളത്തിലെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള വളരെ ദയാപരമായിട്ടുള്ള ഒരു കമന്റ് നടത്തുകയുണ്ടായി. ഞാൻ സാധാരണ പൊതുസമൂഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യം, ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മകന് ബാങ്ക് ലോൺ എടുക്കാൻ അനുവദിക്കുമോ? എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ? ഇവരാദ്യം പറഞ്ഞത് എന്താ? ഇവരുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരള നിയമസഭയിലും ഇവരുടെ MP-മാരും പറഞ്ഞു 57,000 കോടി രൂപ കേരളത്തിന് കടമുണ്ട്. കേരളത്തിന് ഇന്ത്യ എടുത്തിരിക്കുന്ന കടോ? ഇന്ത്യ എടുത്തിരിക്കുന്ന കടം. അപ്പൊ ആ കടം മൊത്തം അമ്മ എടുത്തോളം മകൻ എടുക്കേണ്ടതാണോ? സുപ്രീം കോടതി വർദ്ധിച്ചു. അല്ല, ഇന്ത്യ മഹാരാജ്യത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ കടമുണ്ടാകും. പക്ഷെ കേരളത്തെ പോലെ ഇത്ര തകർന്ന ഒരു സാമ്പത്തിക അവസ്ഥ, കിഫ്ബിയുടെ ലോൺ വരെ അത് ബാധ്യതയായി കൂട്ടണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും കേന്ദ്രം തരുന്നില്ല. കേന്ദ്രം കൃത്യമായി GST വിഹിതമടക്കം കേരളത്തിന് തരുന്നുണ്ട്. കേരളത്തിന് വാർഷിക പദ്ധതി കഴിഞ്ഞ ഗഡുവിനെ തന്നു. കേന്ദ്രമന്ത്രി കേസുകൾ 75 ലക്ഷം രൂപ കേസ് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഗവൺമെന്റ് കൊടുത്തിരിക്കുക. 75 ലക്ഷം രൂപ ഈ കേരളത്തിൽ കടത്തി കഴിയുമ്പം ഈ കേസ് നടത്താൻ വേണ്ടിയിട്ട് 75 ലക്ഷം രൂപ കേരളത്തിലെ ഖജനാവിൽ നിന്ന് വക്കീൽ ഫീസ്. അതാണ് കേരളത്തിന്റെ അവസ്ഥ. ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ചു പോണം.